കാറ്റത്തി കിളിക്കൂടിലെ അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നിധിയും സുധീഷും കൂടെ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റൈൽ റൊമാൻറ്റിക് രീതിയിലൊക്കെ നമ്മൾ സുധീഷ് വണ്ടി ഓടിച്ചൊക്കെ വരുവാണ്. ആ സമയത്ത് നമ്മുടെ നിധിയുടെ വണ്ടിയാണെങ്കിൽ കംപ്ലൈൻ്റ് ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പം നിധി അടുത്താണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് ഞാനൊരു പുതിയ വണ്ടി വാങ്ങിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയും ഇതൊന്ന് ശരിയാക്കിയിട്ട് എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റ് ആവുന്നുണ്ട്, എനിക്ക് ഓഫീസിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, എന്തായാലും ഹരീഷിൻ്റെ വർക്ക്ഷോപ്പ് അടുത്തല്ലേ, അപ്പം ഞാൻ എന്തായാലും വണ്ടി തള്ളിക്കൊണ്ട് വരാം, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവരങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് നമ്മൾ നീതുവും ഹരീഷോടും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അവരാണെങ്കിൽ ഇങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ, കല്യാണ കാര്യമൊക്കെ. അങ്ങനെ നമ്മൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴും ഇവിടെ തന്നെ ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ എന്നൊക്കെ നമ്മൾ നീതുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നീതുവിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ സുധീഷ് ചോദിക്കുന്നുണ്ടല്ല, ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ടായിരുന്നല്ലോ സംസാരിക്കുന്നത്, എന്തോ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്ത് നീതു പറയുന്നുണ്ട്, അതല്ലാതെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണക്കാരിയെ പറയുന്നു, ഇപ്പം 10-32 വയസ്സൊക്കെ ആയില്ലേ, അപ്പോൾ എന്തെങ്കിലും കല്യാണം കഴിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ആയി പോട്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ സുധീഷിനാണെങ്കിലും അതുപോലെ ഹരീഷിനാണെങ്കിലും നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നിധിയുടെ ബൈക്കൊക്കെ ശരിയാക്കിയിട്ടാണെങ്കിൽ അവരവിടുന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹരീഷാണെങ്കിൽ അവർ പോയതിന് ശേഷം പറയുന്നുണ്ട്, നീ എന്ത് വർത്താനാണ് പറഞ്ഞത്, ഏട്ടൻ്റെ ജീവിതം അങ്ങനെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്കാണെങ്കിൽ നിന്റെ കാര്യം മാത്രം ചിന്തയുള്ളോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളെ നീതു പറയുന്നുണ്ട്, അതല്ല, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാലല്ലേ നമ്മളെ കല്യാണം നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹരീഷാണെങ്കിൽ നമ്മളെ നീതിന് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നീതു ആണെങ്കിൽ അവിടെ നിന്ന് ദേഷിച്ച് അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ രാത്രി നമ്മളെ നീതു ആണെങ്കിൽ നമ്മൾ ഹരീഷിനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹരീഷാണെങ്കിൽ എപ്പോഴും നീതുവിനെ വഴക്കൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നീതു ആണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്നതൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സുധീഷാണെങ്കിൽ നമ്മൾ സുഭാഷ് ചേട്ടൻ്റെ സൈറ്റിൽ ചെല്ലുന്നുണ്ട് കേട്ടോ. ചെന്നിട്ട് അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ ആ പെണ്ണ് വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, അതിന് ഇന്നലെ അല്ലേടാ കണ്ടത്, പിന്നെ എങ്ങനെ ഇന്ന് വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അതുമല്ല നമ്പറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷ് പറയുന്നത്, ആ ഒരു വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ബ്രോക്കറെ വിളിച്ചിട്ട് ആ പെണ്ണിൻ്റെ നമ്പരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആ ബ്രോക്കർ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിനാ ആ പെണ്ണിൻ്റെ നമ്പർ എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കല്ല ഏട്ടനിക്കാന്ന് പറയുമ്പോൾ അയാൾ ആ നമ്പരൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ എപ്പോഴും ചോദിക്കുന്നുണ്ട്, ഏട്ടാ ഈ കല്യാണം വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ ഹരീഷിൻ്റെ ആ ഒരു ജീവിതം നോക്കിയിട്ട് സുഭാഷ് ചേട്ടൻ അത് ഉറച്ച് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിലും നമ്മൾ സുധീഷും നിധിയോടും ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ സുധീഷ് നിധിയെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ സുഭാഷ് ചേട്ടൻ ഈ കല്യാണം തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമല്ലേ, നമ്മൾ എന്തോ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ സുധീഷ് ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിലും നിധിയാണെങ്കിലും വീട്ടിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇപ്പം രണ്ടാമത്തെ കല്യാണം ആയണല്ലോ ആ പെൺകുട്ടിയുടെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹരീഷും സുധീഷും കൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ കിടന്ന് അടികൂടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിധിക്ക് ദേഷ്യം വന്നിട്ട് നിധി അവിടെ കിടക്കുന്ന എന്തോ പാത്രം കണ്ടെടുത്ത് അവരെ അടുത്ത് എറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര നിധിക്ക് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ വയ്യാതെയൊക്കെ ചെയ്യുന്നതാ. പിന്നെ ആണെങ്കിൽ കാണിക്കുന്ന പറഞ്ഞാൽ നിധിയും സുധീഷും കൂടെ ആണെങ്കിൽ ആ ഒരു സുഭാഷിയുടെ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണിനെ പോയൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ സെക്കൻഡ് മാരേജ് അല്ലേ, അപ്പോൾ എനിക്ക് ഒരുപാട് ഡിമാൻഡും കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ വെറ്റയും പാക്കൊക്കെ വെച്ചിട്ടാണെങ്കിൽ വലിയച്ഛൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് നിശ്ചയത്തിന് പോകാൻ വേണ്ടിയൊക്കെ ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സുഭാഷ് ചേട്ടൻ വീട്ടിൽ വന്നിട്ടാണെങ്കിലും അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് അവരെല്ലാവരും ഒരു വണ്ടിയിൽ വിളിച്ച് എല്ലാവരെയൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സുധീഷാണെങ്കിലും നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിലും ഒരുപാട് സന്തോഷമൊന്നും ഇല്ലെങ്കിലും പക്ഷേ എന്താ ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഹരീഷിന് വേണ്ടി കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെ നമ്മൾ സുഭാഷ് ചേട്ടൻ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ അവരെല്ലാവരും അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ആ പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഈ നിശ്ചയം ഞങ്ങൾ നടത്തുന്നില്ല എന്നുള്ള കാര്യം വിളിച്ച് ബ്രോക്കറെ പറഞ്ഞാണെന്നൊക്കെ ഞങ്ങൾ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഹരീഷും നികേഷും സുധീഷിനും ഒക്കെ ആണെങ്കിൽ സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.